ഇതാണ് ഇന്നത്തെ അവസ്ഥ. ജനാധിപത്യം അവസാനിച്ചിരിക്കുന്നു. ഏകാധിപത്യം നിലവിൽ വന്നിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിനെതിരെ പ്രതിഷേധിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥര. ഞാൻ അവിടെ കറപ്പെട്ടിരുന്നപ്പോൾ എന്നെ തൊട്ടില്ലല്ലോ. അതെന്താ? MLA-ക്ക് ഒരു നിയമം, സാധാരണക്കാരന് മറ്റൊരു നിയമം എന്നാണോ? ഇതാണ് അനുവദിക്കാൻ പറ്റാത്തത്. ഇവിടുത്തെ ഓരോരുത്തർക്കും, ഇവിടുത്തെ സാധാരണക്കാരനും MLA-ക്കും ഒരു നിയമം മതി. പക്ഷേ യാഥാർത്ഥ്യം വരുമ്പോൾ അങ്ങനെയല്ല. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ വഞ്ചിച്ചൊരു സർക്കാരില്ല. കഴിഞ്ഞ 140 മണ്ഡലങ്ങളിലും ഇന്ന് അവസാനത്തെ മണ്ഡലത്തിൽ തീർക്കുക. ഞങ്ങൾ വരുമ്പോഴും നമ്മുടെ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരെ DYFI-ക്കാർ ഒരു മര്യാദയുമില്ലാതെ തല്ലിച്ചതയ്ക്കുക. ഞാനിങ്ങോട്ട് വരുന്ന വഴിയിൽ മൊത്തം സംഘർഷങ്ങളായിരുന്നു. DYFI-യുടെ ഗുണ്ടകൾ യൂത്ത് കോൺഗ്രസ്സുകാരെ തള്ളിച്ചതയ്ക്കുക. നമ്മുടെ അനിയന്മാരെ, നമ്മുടെ സഹോദരന്മാരെ കറുപ്പ് കൊടി കാണിച്ചതിന്റെ പേരിൽ തല്ലിച്ചതയ്ക്കുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ ജാമ്യമില്ല കേസിൽ കേസെടുത്ത് അകത്തിടുന്നു. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയം, ഇന്നത്തെ കേരളം. പ്രതിഷേധിച്ചാൽ ജയിൽ. അങ്ങനെയൊന്നും ഞങ്ങൾ മുട്ടുമടക്കത്തില്ല എന്ന് പിണറായി വിജയനും കൂട്ടരും മനസ്സിലാക്കിയാൽ മതി. കാരണം പണ്ട് ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുന്നിൽ, ലാത്തിക്ക് മുന്നിൽ, ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിന് മുന്നിൽ വിറയ്ക്കാത്ത കോൺഗ്രസ്സുകാര് പിന്നെ പിണറായി വിജയന്റെയും കൂട്ടരുടെയും മുന്നിൽ വിറയ്ക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? യാതൊരു സംശയവുമില്ല. ബ്രിട്ടീഷുകാരനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചെങ്കിൽ അതേ വിപ്ലവ വീര്യം ഇന്നും കോൺഗ്രസ്സുകാരനുണ്ട്. നമസ്കാരം. ചാണ്ടി ഉമ്മൻ, ജനകീയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൻ. ആ സ്നേഹവും ആദരവും ഒക്കെ ചാണ്ടി ഉമ്മനും ജനങ്ങൾ അത്രയും കൊടുക്കുന്നുണ്ട്. തീപ്പൊരി പ്രസംഗം തന്നെയാണ്. വളരെ കാര്യഗൗരവത്തോടു കൂടിയുള്ള കാര്യമാത്ര പ്രസക്തമായ പ്രസംഗങ്ങൾ. ചടുലമായ വേഗത്തിൽ ചടുലമായ ഒരു താളമുണ്ട് ചാണ്ടി ഉമ്മന്റെ പ്രസംഗത്തിന്. എന്തു തന്നെയായാലും ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ കേൾക്കാൻ കാതോർക്കുന്നവർ നിരവധിയാണ്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. അതിനുപരി ഏറെ സ്വീകാര്യനാണ് അദ്ദേഹം എന്നതാണ് അതിനർത്ഥം തന്നെ. എന്തായാലും ഇപ്പോൾ പാലക്കാട് നടന്ന ഒരു പരിപാടിയിലെ പ്രസംഗമാണ് ഏറെ വൈറലാകുന്നത്. പിണറായിയുടെ ഏകാധിപത്യ ഭരണത്തിനെ ഞങ്ങൾക്ക് അനുവദിച്ചു തരാനാവില്ല. അങ്ങനെ കറുപ്പ് കണ്ടാൽ പേടിയൊന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ ആളുകളെയൊക്കെ, അതായത് സാധാരണക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ എന്ത് തോന്നിയ ദിവസവും കാണിക്കാം എന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു തരില്ല. അങ്ങനെ ആ ഏകാധിപത്യത്തിന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന പരിപാടി കോൺഗ്രസിനില്ല. അങ്ങനെ മുട്ട് കുത്തി നിന്ന ഒരു ശീലം കോൺഗ്രസിനില്ല എന്ന് ഇവർ ഓർക്കുന്നത് നല്ലതാണ്. ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ മുട്ടുകുത്താത്ത കോൺഗ്രസിന് എന്തിനാണ് പിണറായിക്ക് മുമ്പിൽ മുട്ടുകുത്തേണ്ട ആവശ്യം? അങ്ങനെ പേടിച്ച് വിരട്ടാനൊന്നും പിണറായി സർക്കാർ നോക്കട്ടെ. കറുപ്പെടുത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? സാധാരണക്കാർക്ക് വേണ്ടിയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം. അത് നേതാക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവർ പ്രവർത്തിക്കുന്നത് അത്രയും സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഞാൻ കറുപ്പെടുത്ത് പുറത്തിറന്നപ്പോൾ ആരും അനങ്ങിയില്ലല്ലോ. അതെന്താ? MLA-ക്ക് ഒരു നിയമവും ജനങ്ങൾക്ക് മറ്റൊരു നിയമവുമാണോ? അങ്ങനെയൊന്നും നടപ്പാക്കാൻ അനുവദിക്കില്ല. എല്ലാവർക്കും ഒറ്റ നിയമം മതി. ആ നിയമം എല്ലാവരും അനുസരിക്കുകയും വേണം. അങ്ങനെ നീണ്ടു പോവുകയാണ് പ്രസംഗം. വളരെ കാര്യമാത്ര പ്രസക്തമാണ്. ഒന്ന് കേട്ടു നോക്കുക. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നേതാവ് അച്ചുവേട്ടൻ എല്ലാ അനാരോഗ്യവും വകവയ്ക്കാതെ ഇവിടെ തന്നെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ്. തീർച്ചയായിട്ടും ഇതാണ് നേതാവ്. എൻ്റെ പിതാവിനെ എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പോലും പുതുപ്പള്ളിയിൽ നിന്ന് കുറച്ച് പേര് കാണാൻ വന്നിട്ട് കത്ത് കൊടുത്തു. അപ്പം ഞങ്ങൾ അങ്ങനെ ആൾക്കാരെ കാണിക്കുന്നില്ലായിരുന്നു. ഞാൻ ഈ കത്ത് കൊടുത്തപ്പം അദ്ദേഹം, ഞാൻ വിചാരിച്ചു ഒപ്പിട്ടിങ് തിരിച്ചു വരും. പക്ഷേ ഒപ്പിടുകയല്ല, ഓരോ വരിയും വായിച്ചിട്ട് അവസാനം ഒപ്പിടുകയാണ്. അതാണ് അച്ചുവേട്ടനും എൻ്റെ പ്രിയപ്പെട്ട പിതാവും AK ആന്റണിയൊക്കെ ഉള്ള ആ വലിയ നിര. തീർച്ചയായിട്ടും നിങ്ങളെ ഓർത്ത് അഭിമാനമാണ്. ഈ നാടിന് അച്ചുവേട്ടനെ പോലൊരു നേതാവിനെ കിട്ടുന്നതിൽ നമുക്കൊക്കെ അഭിമാനമാണ്. കേരളത്തിന് മൊത്തം അഭിമാനമായ നേതാവാണ് ശ്രീ K അച്യുതൻ. പാർട്ടിയോടുള്ള താല്പര്യം ഇതിലൂടെ തെളിയുകയല്ലേ, ഇതിലൂടെ എല്ലാം തികഞ്ഞിരിക്കുകയല്ലേ.
അതുപോലെ തന്നെ ഒരു പ്രിയപ്പെട്ട മകനെയും ഈ നാടിന് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഈ നാടിൻ്റെ ജനനായകനായി ഉയരുവാൻ ശ്രീ സുമേഷിനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് മികച്ചൊരു പരിപാടി. എനിക്ക് വളരെയധികം വിഷമമുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു ഒത്തിരി ബൈക്കുകൾ 400 ബൈക്കുകൾ പങ്കെടുക്കുന്ന പരിപാടി, ഈ ഹോൾ നിറച്ച ആളുണ്ടായിരുന്ന പരിപാടി, അത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വലിയ വിഷമം എനിക്കുണ്ട്. പക്ഷേ നിങ്ങളെ കാണാൻ എനിക്ക് എത്താൻ പറ്റി, സമയത്തിന് ഇത്രയെങ്കിലും നേരത്തെയെങ്കിലും എത്താൻ പറ്റി എന്നുള്ളൊരു സന്തോഷവുമുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരവാഹികൾ ചാർജ് എടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് അഭിമാന നിമിഷമാണ് യൂത്ത് കോൺഗ്രസ്. ഒരു കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റമില്ല, ഇങ്ങനെ തന്നെ നിൽക്കുക 10-17 വർഷം. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമാണ് തെരഞ്ഞെടുപ്പ് ചില രീതികളോടും തെരഞ്ഞെടുപ്പിൻ്റെ ചില ആശയങ്ങളോടും നമുക്കൊന്നും യോജിപ്പില്ലായിരിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് എന്നത് ആവശ്യമാണ്, തെരഞ്ഞെടുപ്പുള്ളത് അത്യാവശ്യമാണ്. കാരണം പുതിയ നേതൃത്വ നിര വന്നേ മതിയാകത്തുള്ളൂ. ഇന്ന് ചാർജ് എടുക്കുന്ന സാജനും അതുപോലെ തന്നെ ഇവിടെ സ്ഥാനമൊഴിയുന്ന മുഹമ്മദിനും രണ്ടുപേർക്കും ഒരുപോലെ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മുഹമ്മദ് മികച്ച രീതിയിൽ ഈ മണ്ഡലത്തെ നോക്കി മികച്ച രീതിയിൽ നയിച്ചു. ഇനി മുൻപോട്ടുള്ള എല്ലാ യാത്രയ്ക്കും എല്ലാവിധ ആശീർവാദവും എല്ലാവിധ ആശംസയും ഞാൻ നേരുകയാണ്. അതുപോലെ തന്നെ സാജന് നമുക്കറിയാം, സാജൻ്റെ മുന്നിൽ വലിയൊരു ചലഞ്ചാണ്. അത് സാജന് മാത്രമല്ല, ഇവിടെ 140 മണ്ഡലങ്ങളിലും നമുക്ക് ചലഞ്ചാണ്. ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷുണ്ട്, ജയഘോഷിന്റെ ചലഞ്ചാണ്. സംസ്ഥാന പ്രസിഡന്റ് രാഹുലുണ്ട്, രാഹുലിന്റെ ചലഞ്ചാണ്. ഇവിടുത്തെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഈ മണ്ഡലം ഈ ജില്ലക്കാരൻ ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പദവി ശ്രീ രാഹുൽ ഏറ്റെടുത്തിരിക്കുക. രാഹുലിന് മുന്നിലുള്ള ചലഞ്ചും വലുതാണ്. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെ കൊണ്ടുപോകുക എന്നുള്ള ചലഞ്ച്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ള ചലഞ്ച്, ആ ചലഞ്ച് ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ രാഹുലിന് സാധിക്കട്ടെ. ഈ ജില്ലയിൽ കൊണ്ടുപോകാൻ ജയഘോഷിന് സാധിക്കട്ടെ. അതുപോലെ ഈ മണ്ഡലത്തിൽ കൊണ്ടുപോകാൻ ശ്രീ സാജന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. കാരണം വലിയ ചലഞ്ചാണ്. ഇന്ന് നമ്മുടെ 6 കാലത്താ നമ്മൾ ജീവിക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല. കറുപ്പ് കണ്ടാൽ ചേട്ടനെ ഇവിടെ ഇരുത്തിയതാ, ഇന്ന് വരുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടി, ശശി തരൂര്, കെ മുരളീധരൻ, എല്ലാ കുറേ കോൺഗ്രസിൻ്റെ MLA മാർ, അതുപോലെ തന്നെ MP മാർ, ശ്രീ അടൂർ പ്രകാശ് അടക്കമുള്ള MP മാർ ഇരിക്കുന്ന വേദിയിലേക്ക് ടിയർ ഗ്യാസ് അടിച്ചു കയറ്റുക. ടിയർ ഗ്യാസ് അടിച്ചു കയറ്റി വളരെ മാരകമായ രീതിയിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ടിയർ ഗ്യാസാണെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയ്ക്ക് മോശം ഉപയോഗിച്ചിരിക്കുന്ന ഗ്യാസാണ് അത്, ഏറ്റവും കൂടിയ വീര്യം. അത് കഴിഞ്ഞ് വളരെ മോശമായ രീതിയിൽ വെള്ളം ചീറ്റുന്നു, ഒരു പ്രകോപനമില്ലാതെ. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. KPC പ്രസിഡന്റിന് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. ഞാനും കൂട്ടത്തിൽ പോയി. ഞങ്ങൾ ആശുപത്രിയിലായി പ്രാഥമിക ചികിത്സ എടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ പോന്ന അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആ വഴി കടന്നു വരിക. എന്നെ കാണാൻ 2 പേര് വന്നു. ഒരാൾ കറുപ്പിട്ടിരിക്കുക. അപ്പം അയാളോട് പറഞ്ഞു, ഇവിടെ അധികം നിൽക്കണ്ട. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിലൊന്നും വന്നയാ, അതൊന്നും പ്രശ്നമല്ല, കറുപ്പിട്ടാൽ ഞങ്ങൾ പിടിച്ച് ജയിലിലിടും. ഇതും കൂടെ കേട്ടപ്പോൾ ഞാൻ കറുപ്പിട്ടതിൽ കുറ്റം പറയാൻ സാധിക്കുമോ? കറുപ്പിട്ട് പ്രതിഷേധിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി? കാരണം ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർ അവര് ശബരിമല പോകുന്നത് എങ്ങനെയാ? കറുപ്പണിഞ്ഞ. ഈ എത്ര അയ്യപ്പ ഭക്തന്മാരെ ഇതിൻ്റെ ഇടയിൽ ദ്രോഹിച്ചു കാണുമെന്ന് ഊഹിച്ചാൽ മതിയല്ലോ. നമുക്കറിയില്ല, കാരണം അവരാരും പുറത്ത് പറഞ്ഞു കാണത്തില്ല. എത്ര പേര് ഇത് കാരണം കഷ്ടം അനുഭവിച്ചു കാണും, ഇല്ലേ? എൻ്റെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി കടന്നു വരുന്ന ദിവസം, അദ്ദേഹം കടന്നു വരുന്ന ദിവസം എൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറിനോട് അദ്ദേഹം ഒന്ന് ഭക്ഷണം മേടിക്കാൻ പുറത്തിറങ്ങിയ, ഒരു അനാഥ മന്ദിരത്തിൽ ഭക്ഷണം മേടിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. ഞാൻ പലതവണ പറഞ്ഞു നോക്കി, അയാൾ അനാഥ മന്ദിരത്തിൽ ഭക്ഷണം മേടിക്കാൻ പോയതാണ്, വിടത്തില്ല. മുഖ്യമന്ത്രി പോയതിനു ശേഷം വിടത്തില്ല. ഇങ്ങനൊരു നയമുണ്ടോ? ഇങ്ങനൊരു തീരുമാനങ്ങളുണ്ടോ? ഇതാണ് ഇന്നത്തെ അവസ്ഥ. ജനാധിപത്യം അവസാനിച്ചിരിക്കുന്നു, ഏകാധിപത്യം നിലവിൽ വന്നിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതിനെതിരെ പ്രതിഷേധിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഞാനവിടെ കറുപ്പിട്ടിരുന്നപ്പോൾ എന്നെ തൊട്ടില്ലല്ലോ. അതെന്താ?
MLA-ക്ക് ഒരു നിയമം, സാധാരണക്കാരന് മറ്റൊരു നിയമം എന്നാണോ? ഇതാണ് അനുവദിക്കാൻ പറ്റാത്തത്. ഇവിടുത്തെ ഓരോരുത്തർക്കും, ഇവിടുത്തെ സാധാരണക്കാരനും MLA-ക്കും ഒരു നിയമം മതി. പക്ഷേ യാഥാർത്ഥ്യം വരുമ്പോൾ അങ്ങനെയല്ല. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ വഞ്ചിച്ചൊരു സർക്കാരില്ല. കഴിഞ്ഞ 140 മണ്ഡലങ്ങളിലും ഇന്ന് അവസാനത്തെ മണ്ഡലത്തിൽ തീർക്കുക. ഞങ്ങൾ വരുമ്പോഴും നമ്മുടെ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകരെ DYFIക്കാർ ഒരു മര്യാദയുമില്ലാതെ തല്ലിച്ചതയ്ക്കുക. ഞാനിങ്ങോട്ട് വരുന്ന വഴിയിൽ മൊത്തം സംഘർഷങ്ങളായിരുന്നു. DYFIയുടെ ഗുണ്ടകൾ യൂത്ത് കോൺഗ്രസ്സുകാരെ തള്ളിച്ചതയ്ക്കുക. നമ്മുടെ അനിയന്മാരെ, നമ്മുടെ സഹോദരന്മാരെ കറുപ്പ് കൊടി കാണിച്ചതിന്റെ പേരിൽ തല്ലിച്ചതയ്ക്കുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ ജാമ്യമില്ല കേസിൽ കേസെടുത്ത് അകത്തിടുന്നു. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയം, ഇന്നത്തെ കേരളം. പ്രതിഷേധിച്ചാൽ ജയിൽ. അങ്ങനെയൊന്നും ഞങ്ങൾ മുട്ടുമടക്കത്തില്ല എന്ന് പിണറായി വിജയനും കൂട്ടരും മനസ്സിലാക്കിയാൽ മതി. കാരണം പണ്ട് ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുന്നിൽ, ലാത്തിക്ക് മുന്നിൽ, ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിന് മുന്നിൽ വിറയ്ക്കാത്ത കോൺഗ്രസ്സുകാര് പിന്നെ പിണറായി വിജയന്റെയും കൂട്ടരുടെയും മുന്നിൽ വിറയ്ക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? യാതൊരു സംശയവുമില്ല. ബ്രിട്ടീഷുകാരനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചെങ്കിൽ അതേ വിപ്ലവ വീര്യം ഇന്നും കോൺഗ്രസ്സുകാരനുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരനുണ്ട്. അതേ വീര്യം ജയഘോഷിനുണ്ട്, അതേ വീര്യം പ്രിയപ്പെട്ട സാജനുണ്ട്, ഷഫീഖിനുണ്ട്, മുഹമ്മദ് ഷഫീഖിനുണ്ട്. ഇതാണ് നമുക്ക്. പക്ഷേ ആ ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി 4000 കിലോമീറ്റർ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നു. അദ്ദേഹത്തിനോടൊപ്പം നടക്കുവാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചു. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയി. പാർട്ടിക്ക് വേണ്ടി, നാടിനു വേണ്ടി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി, ഇവിടുത്തെ കർഷകന് വേണ്ടി, ഇവിടുത്തെ കർഷക തൊഴിലാളിക്ക് വേണ്ടി, ഇവിടുത്തെ ഓരോരോ സാധാരണക്കാരന് വേണ്ടിയാണ് അദ്ദേഹം നടന്നത്. രാവിലെ 6 മണിക്കും 5:30ക്കും ഒക്കെ നടന്നിട്ടുണ്ട്. എന്തിനാ? ഈ നാട്ടിൽ സമാധാനം കൊണ്ടുവരുവാൻ, നമ്മൾ ഒന്നാണെന്ന് പറയുവാൻ. ആ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇവിടെ ശക്തിപ്പെട്ടു വന്നേ മതിയാകത്തുള്ളൂ. അതിനെ പക്ഷേ നമ്മളും മനസ്സ് വിചാരിക്കണം. ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും, എനിക്ക് യൂത്ത് കോൺഗ്രസിലെ എല്ലാ ഭാരവാഹികളോടും ഒന്നും മാത്രമേ പറയാനുള്ളൂ. നേതാക്കളായി മാറുന്നവർ പുതിയ നേതാക്കളെ ഉണ്ടാക്കണം. പുതിയ നേതാക്കളെ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾ നേതാവായി മാറുന്നത്. യാതൊരു സംശയവും വേണ്ട. ജയഘോഷ് ഒരാളെ നേതാവാക്കി കൊണ്ടുവരുമ്പോൾ മാത്രമേ ജയഘോഷ് നേതാവായി വരുന്നുള്ളൂ. പ്രിയപ്പെട്ട സാജനും ഇനി നേതാവാണെങ്കിൽ മറ്റൊരാളെ നേതാവാക്കണം. നിങ്ങൾ ഓരോരുത്തരും നേതാവാക്കിയാൽ മതി, കൂടുതലാക്കണ്ട. ഒരാൾ മതി. ഇവിടെ ഇരിക്കുന്ന ഓരോ ഭാരവാഹികളും ഒരാളെ കൊണ്ടുവരണം. പ്രിയപ്പെട്ട ഷാഫിക്ക് സാധിച്ചു. രാഹുലിനെ അദ്ദേഹം കൈപിടിച്ചു ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റാക്കി മാറ്റിയത്. യഥാർത്ഥ നേതാവായി ഷാഫി അങ്ങനെ മാറി. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ഓരോരുത്തരും പുതിയ പുതിയ നേതാക്കളെ കൊണ്ടുവന്ന് പുതിയ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം. പ്രിയപ്പെട്ട സുമേഷ് അതേപോലെ തന്നെ വർഷങ്ങളായി ഈ നാട്ടിൽ ഇവിടുത്തെ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയല്ലേ. എത്ര പേരെയാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അച്യുതേട്ടനും അതേപോലുള്ള വ്യക്തിയല്ലേ. ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അറിയുന്ന നേതാവല്ലേ ഇരുവരും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജനനേതാക്കന്മാർ നമുക്ക് ഉണ്ടായേ മതിയാകത്തുള്ളൂ. പക്ഷേ അതിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം വിചാരിക്കണം എന്ന് മാത്രം പറയുവാൻ അവസരം എടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നും ജീവിച്ച ഓരോ കോൺഗ്രസ് നേതാവിനും നന്ദി പറയുവാൻ നമ്മൾ അവസരമെടുക്കണം. ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ നമ്മൾ എല്ലാവരെയും ഓർക്കണമെന്നില്ല, പക്ഷേ നമ്മൾ ഓർത്തേ മതിയാകത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ഓർക്കുന്നു, അങ്ങനെ പിന്തുണയ്ക്കുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പിതാവിനെ സ്നേഹിച്ചത്, എൻ്റെ പിതാവിന് നിങ്ങൾ സ്നേഹം നൽകിയത്. അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം നിങ്ങൾ നൽകിയ സ്നേഹം, നിങ്ങൾ നൽകിയ കരുതൽ, നിങ്ങൾ നൽകിയ പിന്തുണ ഇന്നും ഞാൻ വരുന്ന വഴിക്ക് ഞാൻ ശ്രദ്ധിക്കുക. പലരും എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വണ്ടി നിർത്തിയിട്ട് വരെ വരും. ചിലർ വണ്ടി ഹോൺ അടിപ്പിച്ച് എൻ്റെ മുന്നേ വരും. എൻ്റെ അടുത്ത് വന്ന് വണ്ടി നിർത്തിയിട്ട് കൈ കാണിക്കും. അത്രയേ ഉള്ളൂ. പക്ഷേ അത് എൻ്റെ പിതാവിനുള്ള സ്നേഹമാണ്, എനിക്കുള്ള സ്നേഹമല്ല. എൻ്റെ പിതാവിനുള്ള സ്നേഹമാണ് നിങ്ങൾ നൽകുന്നത്. ആ സ്നേഹത്തിനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പാലക്കാട് ചിറ്റൂരും ഒക്കെ അദ്ദേഹം എന്നും സ്നേഹിച്ച സ്ഥലങ്ങളാണ്. പ്രിയപ്പെട്ട അച്യുതേട്ടനുമായിട്ടുള്ള അടുത്ത ബന്ധം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല.
തീർച്ചയായിട്ടും ഒരേ തലമുറയിൽപ്പെട്ട നേതാക്കന്മാർ, യഥാർത്ഥ നേതാക്കന്മാർ ഇവരാണ്. കാരണം ഇവർക്ക് ജനങ്ങളുടെ ഹിതമല്ലാതെ വേറൊന്നും ചിന്തിക്കാൻ സമയമില്ല. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സാധാരണക്കാരായി ജനങ്ങൾക്കോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറുള്ള എല്ലാ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ചാർജ് എടുക്കുന്ന ഭാരവാഹികൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.